സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണോ മുന്നോട്ടു പോകുന്നത്, അത് മാറ്റാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതോ വെറുമൊരു സാധാരണക്കാരനായി പരാതികളും പരിഭവങ്ങളുമായി ഈ ജീവിതം അവസാനിപ്പിക്കാനാണോ നിങ്ങളുടെ തീരുമാനം? പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് എന്റെ ആഗ്രഹങ്ങൾ നടക്കാത്തത്? അതിനുള്ള ഉത്തരം ലളിതമാണ്. നിങ്ങൾ നിങ്ങളുടെ പുറം ലോകത്തെ മാറ്റാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ മാറ്റം വരേണ്ടത് നിങ്ങളുടെ ഉള്ളിലാണ്. ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് ചില പ്രത്യേക നിയമങ്ങളാലാണ്. ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ, എവറിഥിങ് ഈസ് എനർജി ആൻഡ് ദാറ്റ്സ് ഓൾ ദർ ഈസ് ടു ഇറ്റ്. നിങ്ങളുടെ ചിന്തകൾക്കും ഒരു ഊർജമുണ്ട്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ദാരിദ്ര്യമോ, സങ്കടമോ, പരാജയമോ എന്തുമാകട്ടെ, അത് നിങ്ങളുടെ കഴിഞ്ഞകാല ചിന്തകളുടെ ഫലമാണ്. എന്നാൽ ഇന്ന്, ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഭാവി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ലോകപ്രശസ്തരായ ശാസ്ത്രജ്ഞരും ചിന്തകരും കോടീശ്വരന്മാരും രഹസ്യമായി ഉപയോഗിച്ചു വരുന്ന ഒരു പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇത് വെറും ഒരു അന്ധവിശ്വാസമല്ല. ഇതിന് പിന്നിൽ ക്വാണ്ടം ഫിസിക്സും ന്യൂറോപ്ലാസ്റ്റിസിറ്റിയും അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, വെറും ഒരു പേപ്പറിൽ എഴുതിയതുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കുമോ? സുഹൃത്തെ, നിങ്ങളുടെ കയ്യിലുള്ള ആ പേന വെറും ഒരു പേനയല്ല. അത് നിങ്ങളുടെ വിധി എഴുതാനുള്ള ഒരു മാന്ത്രിക വടിയാണ്. നിങ്ങളുടെ വിരലുകൾ ചലിക്കുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കത്തിലെ കോടിക്കണക്കിന് ന്യൂറോണുകൾ ഉത്തേജിപ്പിക്കപ്പെടുകയാണ്. നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കും നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ആഴത്തിൽ പതിയുകയാണ്. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം 10 ദിവസത്തിനുള്ളിൽ എങ്ങനെ നിങ്ങളിലേക്ക് ആകർഷിക്കാം എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. ഇത് വെറുതെ കണ്ടുപോകാനുള്ള ഒന്നല്ല. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ഒരു ലൈഫ് ചേഞ്ചിങ് വർക്ക്ഷോപ്പായി ഇതിനെ കാണുക. നമ്മുടെ മനസ്സിന്റെ ശക്തിയെക്കുറിച്ച്, പ്രപഞ്ചത്തിന്റെ ഫ്രീക്വൻസിയെക്കുറിച്ച്, നമ്മൾ അറിയാതെ പോകുന്ന ആ വലിയ രഹസ്യത്തെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. നമസ്കാരം സുഹൃത്തുക്കളെ, മാസ്റ്റർ മൈൻഡ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളോട് ഗൗരവകരമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ലോകത്തിലെ 1% ആളുകൾ മാത്രം എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നത്? അവർ ആഗ്രഹിക്കുന്ന ജോലി, അവർ ആഗ്രഹിക്കുന്ന വീട്, അവർ ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളി, അവർ ആഗ്രഹിക്കുന്ന സാമ്പത്തിക ഭദ്രത, ഇതെല്ലാം അവർക്ക് മാത്രം എങ്ങനെ ലഭിക്കുന്നു? ബാക്കിയുള്ള 99% ആളുകളും കഠിനാധ്വാനം ചെയ്തിട്ടും രാത്രിയും പകലും പണിയെടുത്തിട്ടും എന്തുകൊണ്ടാണ് ഇന്നും അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നത്? ഇതിന് പിന്നിൽ ഭാഗ്യമെന്നോ വിധിയെന്നോ പറഞ്ഞ് നമുക്ക് ഒഴിഞ്ഞുമാറാം. പക്ഷേ സത്യം അതല്ല. അവർക്ക് ഒരു രഹസ്യം അറിയാം, പ്രപഞ്ചത്തിന്റെ ഒരു വലിയ രഹസ്യം. ആ രഹസ്യത്തിന്റെ പേരാണ് മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ഒരു യാദൃശ്ചികതയല്ല. നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണിത്. എന്റെ ജീവിതം ഇത്രയൊക്കെയുള്ളൂ, എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അടുത്ത കുറച്ചു മിനിറ്റ് നിങ്ങളുടെ ആ വിശ്വാസത്തെ ഞാൻ തകർക്കാൻ പോവുകയാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പി നിങ്ങളാണ്. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ലോകത്തെ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എന്താണ് ഒന്നും നടക്കാത്തത്? സുഹൃത്തെ, ആഗ്രഹിക്കുന്നതുകൊണ്ടോ പ്രാർത്ഥിക്കുന്നതുകൊണ്ടോ മാത്രം കാര്യങ്ങൾ നടക്കില്ല. ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ഒരു ശാസ്ത്രീയമായ വഴിയുണ്ട്. അതിനെയാണ് നമ്മൾ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ ഈ പ്രപഞ്ചം ഊർജത്താലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഐൻസ്റ്റീൻ മുതൽ നിക്കോള ടെസ്ല വരെയുള്ള മഹാരഥന്മാർ പറഞ്ഞിട്ടുള്ളത് ഒരേ കാര്യമാണ്: എവറിഥിങ് ഈസ് ഫ്രീക്വൻസി. നിങ്ങളുടെ ആഗ്രഹത്തിന്റെ അതേ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ എത്തിക്കാൻ കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം ആ ആഗ്രഹം നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ നിർബന്ധിതമാകും. അതിനെ തടയാൻ ആർക്കും കഴിയില്ല. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് വെറും ഒരു ടെക്നിക് മാത്രമല്ല, നിങ്ങളുടെ ഉപബോധ മനസ്സിനെ എങ്ങനെ ഒരു കാന്തം പോലെ മാറ്റാമെന്നാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പണമോ സ്നേഹമോ വിജയമോ നിങ്ങളെ തേടി വരുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാം. ഈ കുറച്ചു മിനിറ്റ് നിങ്ങൾ എനിക്കായി മാറ്റിവെക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, ഈ വീഡിയോ കണ്ടു തീരുമ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ മനുഷ്യൻ ജനിച്ചിട്ടുണ്ടാകും. ഒരു കാര്യവും അസാധ്യമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇത് വെറും ഒരു മോട്ടിവേഷൻ വീഡിയോ അല്ല, ഇതൊരു വർക്ക്ഷോപ്പാണ്. പേനയും പേപ്പറും എടുത്തിരുന്നോളൂ. ജീവിതം മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് തുടങ്ങാം. എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ നിയമം? എങ്ങനെയാണ് നമ്മുടെ ഓരോ ചിന്തയും യാഥാർത്ഥ്യമാകുന്നത്? നമുക്ക് വിശദമായി നോക്കാം. ഇനി നമുക്ക് ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ? വെറുതെ ഒന്ന് ആഗ്രഹിച്ചാൽ കാര്യങ്ങൾ നടക്കുമോ? ഇതിന് പിന്നിൽ കൃത്യമായ ഒരു പ്രോസസ് ഉണ്ട്. അത് നമുക്ക് 3 ഘട്ടങ്ങളായി തിരിക്കാം. 1. ഉപബോധ മനസ്സിന്റെ ശക്തി, ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ മനസ്സിനെ ഒരു ഐസ്ബർഗിനോട് ഉപമിക്കാം. വെള്ളത്തിന് മുകളിൽ കാണുന്ന 5% മാത്രമാണ് നമ്മുടെ ബോധമനസ്സ്. ബാക്കി 95%വും വെള്ളത്തിനടിയിലുള്ള ഉപബോധ മനസ്സാണ്. നിങ്ങൾ ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനവും, നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ സന്തോഷവും നിയന്ത്രിക്കുന്നത് ഈ 95%മാണ്. നിങ്ങൾ കുട്ടിക്കാലം മുതൽ കേട്ടുവളർന്ന കാര്യങ്ങൾ പണമുണ്ടാക്കാൻ പ്രയാസമാണ്, ഭാഗ്യമുള്ളവർക്കേ വിജയിക്കാൻ കഴിയൂ, ഇതെല്ലാം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്.
ഇതിനെ മാറ്റിവരയ്ക്കാതെ നിങ്ങൾ എത്ര അധ്വാനിച്ചാലും ഫലം ലഭിക്കില്ല. മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ചെയ്യുന്നത് നിങ്ങളുടെ ഈ പഴയ റെക്കോർഡിംഗ് മായ്ച്ച് പുതിയ പോസിറ്റീവായ കാര്യങ്ങൾ അവിടെ എഴുതി ചേർക്കുക എന്നതാണ്. 2. വൈബ്രേഷണൽ ഫ്രീക്വൻസി. വൈബ്രേഷണൽ ഫ്രീക്വൻസി നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. റേഡിയോയിൽ ഒരു പാട്ട് കേൾക്കണമെങ്കിൽ നമ്മൾ കൃത്യമായ സ്റ്റേഷൻ ട്യൂൺ ചെയ്യണം, അല്ലേ? അതുപോലെ തന്നെയാണ് പ്രപഞ്ചവും. നിങ്ങൾ സങ്കടത്തിലും ദാരിദ്ര്യത്തിലും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് ലോ ഫ്രീക്വൻസിയിലാണ്. അവിടെ നിങ്ങൾക്ക് കൂടുതൽ സങ്കടമേ ലഭിക്കൂ. എന്നാൽ നിങ്ങൾ സന്തോഷത്തിലും നന്ദിയിലുമായിരിക്കുമ്പോൾ നിങ്ങൾ ഹൈ ഫ്രീക്വൻസിയിലെത്തുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഒരു പുതിയ വീട്, അതൊരു ഹൈ ഫ്രീക്വൻസി ഊർജ്ജമാണ്. നിങ്ങൾ ആ ഫ്രീക്വൻസിയിലേക്ക് ഉയരുമ്പോൾ മാത്രമേ ആ വീട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരൂ. 3. റിട്രിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. റാസ് ദ ബ്രെയിൻസ് ഫിൽട്ടർ. നമ്മുടെ മസ്തിഷ്കത്തിൽ റാസ് എന്നൊരു ഫിൽട്ടർ ഉണ്ട്. ലോകത്തുള്ള കോടിക്കണക്കിന് വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം കാണിച്ചു തരുന്നത് ഈ ഫിൽട്ടറാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു ചുവന്ന കാർ വാങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ പിന്നെ റോഡിലിറങ്ങുമ്പോൾ കൂടുതൽ ചുവന്ന കാറുകൾ നിങ്ങളുടെ കണ്ണിൽപ്പെടും. അതിനർത്ഥം പെട്ടെന്ന് ചുവന്ന കാറുകളുടെ എണ്ണം കൂടി എന്നല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോർ അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്നാണ്. മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ റാസിനെ ട്രെയിൻ ചെയ്യുകയാണ്. എനിക്ക് വിജയം വേണം എന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോർ വിജയത്തിലേക്കുള്ള വഴികളും അവസരങ്ങളും ആളുകളെയും നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരുന്നു. മറ്റുള്ളവർ കാണാത്ത അവസരങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. 4. വികാരങ്ങളുടെ പങ്ക്. ഫീലിംഗ് ഈസ് ദ സീക്രട്ട്. പലരും ചെയ്യുന്ന തെറ്റ്, അവർ വാക്കുകൾ മാത്രം പറയും, പക്ഷേ ഉള്ളിൽ പേടിയായിരിക്കും. എനിക്ക് പണം വേണമെന്ന് പറയുമ്പോഴും ഉള്ളിൽ എന്റെ കയ്യിൽ പണമില്ലല്ലോ എന്ന സങ്കടമായിരിക്കും. പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകളെയല്ല, നിങ്ങളുടെ വികാരങ്ങളെയാണ് കേൾക്കുന്നത്. നിങ്ങൾ എഴുതുമ്പോഴോ ചിന്തിക്കുമ്പോഴോ ആ കാര്യം ഇപ്പോൾ നടന്നാൽ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷം തോന്നും? ആ ആവേശം, ആ സമാധാനം, അത് ഇപ്പോൾ തന്നെ അനുഭവിക്കുക. ഫേക്ക് ഇറ്റ് അൻറ്റിൽ യു മേക്ക് ഇറ്റ് എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെയും. നിങ്ങൾ ഇപ്പോൾ ഒരു വിജയിയെപ്പോലെ ചിന്തിച്ചാൽ പ്രപഞ്ചം നിങ്ങളെ ഒരു വിജയിയാക്കും. ഇനി നമ്മൾ കാത്തിരുന്ന ആ നിമിഷമെത്തി. എങ്ങനെയാണ് ഈ പവർഫുൾ ടെക്നിക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടത്? ഇത് വെറുമൊരു എഴുത്തല്ല, ഇതൊരു അനുഷ്ഠാനമാണ്. ശ്രദ്ധിച്ചു കേൾക്കുക, ഓരോ പോയിന്റും നോട്ട് ചെയ്തു വെക്കുക. ഘട്ടം 1. ശരിയായ മാനസികാവസ്ഥ കണ്ടെത്തുക. ഈ ടെക്നിക് തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ശാന്തനായിരിക്കണം. ദേഷ്യത്തിലോ സങ്കടത്തിലോ തിരക്കിലോ ആയിരിക്കുമ്പോൾ ഇത് ചെയ്യരുത്. കുറഞ്ഞത് 5 മിനിറ്റ് ഒന്ന് കണ്ണടച്ച് ശ്വാസം എടുത്തു വിടുക. നിങ്ങളുടെ മനസ്സ് ഒരു ശൂന്യമായ സ്ലേറ്റ് പോലെയാകണം. പണ്ട് നടന്ന കാര്യങ്ങളോ നാളത്തെ ടെൻഷനോ ഒന്നും ആ സമയത്ത് പാടില്ല. ഘട്ടം 2. നിങ്ങളുടെ അഫർമേഷൻ തയ്യാറാക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? അത് കൃത്യമായിരിക്കണം. എനിക്ക് ഒരുപാട് പണം വേണം എന്നെഴുതരുത്. പകരം എനിക്ക് മാസം 1,00,000 രൂപ വരുമാനം ലഭിച്ചതിന് പ്രപഞ്ചത്തിന് നന്ദി എന്നെഴുതുക. അതായത് അതിപ്പോൾ നടന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കണം. വാചകം ചെറുതായിരിക്കണം. എഴുതാൻ എളുപ്പമുള്ളതും എന്നാൽ നിങ്ങളെ ആവേശം കൊള്ളിക്കുന്നതുമായ ഒരു വാചകം തിരഞ്ഞെടുക്കുക. ഘട്ടം പുലർച്ചെ 4 മണിയാകാൻ 5 മിനിറ്റ് തവണ എഴുതുക. ദ റൈറ്റിംഗ് പ്രോസസ്. ഒരു പുതിയ ഡയറിയും പേനയും എടുക്കുക. തിരഞ്ഞെടുത്ത ആ വാചകം തുടർച്ചയായി 55 തവണ എഴുതണം. ഇടയ്ക്ക് ബ്രേക്ക് എടുക്കരുത്. ഫോൺ മാറ്റിവെക്കുക. എഴുതുമ്പോൾ ഓരോ തവണയും ആ വാചകം മനസ്സിൽ ഉച്ചരിക്കുക. നിങ്ങളുടെ കൈവിരലുകൾ പേപ്പറിൽ ചലിക്കുമ്പോൾ ആ ഊർജം നിങ്ങളുടെ തലച്ചോറിലേക്ക് എത്തുന്നത് സങ്കല്പിക്കുക. പലരും ചോദിക്കാറുണ്ട്, ഏത് നിറത്തിലുള്ള പേന ഉപയോഗിക്കണം? പൊതുവെ നീലയോ പച്ചയോ ഉപയോഗിക്കുന്നത് നല്ലതാണ്, കാരണം അത് പോസിറ്റീവ് എനർജിയെ സൂചിപ്പിക്കുന്നു. ഘട്ടം 4. വിഷ്വലൈസേഷൻ. വെറുതെ യന്ത്രം പോലെ എഴുതിയാൽ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. നിങ്ങൾ എഴുതുന്ന ഓരോ വരിയും നിങ്ങളുടെ കണ്ണുമുന്നിൽ തെളിയണം. ആ 1,00,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നാൽ നിങ്ങൾക്ക് എന്തു തോന്നും? ആ മെസ്സേജ് ഫോണിൽ കാണുമ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ആ ചിരി, അത് ഇപ്പോൾ തന്നെ അനുഭവിക്കുക. നിങ്ങളുടെ വികാരമാണ് പ്രപഞ്ചത്തിനുള്ള മറുപടി. ഘട്ടം 5. 5 ദിവസം തുടരുക. കൺസിസ്റ്റൻസി. ഇതാണ് ഈ ടെക്നിക്കിന്റെ പേര് സൂചിപ്പിക്കുന്നത്. 5 ദിവസം 55 തവണ. ഒരു ദിവസം പോലും മുടങ്ങരുത്. ഒരേ സമയം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് എല്ലാ ദിവസവും രാത്രി 10 മണിക്ക്. 5 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഈ ആഗ്രഹം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാകും. ഘട്ടം 6. വിട്ടുകൊടുക്കുക. ലെറ്റിംഗ് ഗോ. 5 ദിവസം കഴിഞ്ഞ് എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെടരുത്. ഇത് എപ്പോൾ നടക്കും, ഇതൊന്നും നടന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് ആ മാനിഫെസ്റ്റേഷനെ തടസ്സപ്പെടുത്തും. ഒരു ചെടി നട്ടുകഴിഞ്ഞാൽ നമ്മൾ അത് എല്ലാ മിനിറ്റിലും പോയി കുഴിച്ചു നോക്കാറില്ലല്ലോ. അതുപോലെ പ്രപഞ്ചത്തിൽ വിശ്വാസമർപ്പിക്കുക. നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി പ്രപഞ്ചം അതിന്റെ വഴിക്ക് അത് എത്തിച്ചു തരും. സുഹൃത്തുക്കളെ, നമ്മൾ ടെക്നിക്കുകളെ കുറിച്ച് പഠിച്ചു. എന്നാൽ പലരും പരാതി പറയാറുണ്ട്, ഞാൻ 5 ദിവസം കൃത്യമായി എഴുതി എന്നിട്ടും എനിക്ക് ഫലം കിട്ടിയില്ല എന്ന്. എന്തുകൊണ്ടായിരിക്കും അത്? മാനിഫെസ്റ്റേഷൻ പരാജയപ്പെടാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക, കാരണം നിങ്ങൾ ചെയ്യുന്ന ചെറിയൊരു തെറ്റുപോലും നിങ്ങളുടെ വലിയൊരു ആഗ്രഹത്തെ തടഞ്ഞേക്കാം. 1. സംശയത്തിന്റെ വിത്ത്. ഏറ്റവും വലിയ വില്ലൻ നിങ്ങളുടെ സംശയമാണ്. നിങ്ങൾ 55 തവണ എഴുതുന്നു, പക്ഷേ ഉള്ളിൽ ഇതൊക്കെ നടക്കുമോ എന്നൊരു ചിന്തയുണ്ടെങ്കിൽ പ്രപഞ്ചം ആ സംശയത്തെയാണ് സ്വീകരിക്കുന്നത്.
സംശയം എന്നത് ഒരു നെഗറ്റീവ് ഫ്രീക്വൻസിയാണ്. ഒരു വിത്ത് പാകിയാൽ അത് മുളയ്ക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടാവണം. നടന്നാൽ കൊള്ളാം എന്നല്ല, ഇത് നടന്നു കഴിഞ്ഞു എന്ന ഉറച്ച ബോധ്യമാണ് വേണ്ടത്. സംശയം വന്നാൽ അപ്പോൾ തന്നെ എനിക്ക് പ്രപഞ്ചത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് അതിനെ മറികടക്കുക. 2. നെഗറ്റീവ് സംസാരിക്കാതിരിക്കുക. ഗാർഡ് യുവർ വേർഡ്സ്. നിങ്ങൾ എഴുതുന്ന 15 മുതൽ 20 വരെ മിനിറ്റ് മാത്രം പോസിറ്റീവ് ആയിരുന്നിട്ട് കാര്യമില്ല. ബാക്കിയുള്ള 23 മണിക്കൂറും നിങ്ങൾ എന്ത് സംസാരിക്കുന്നു എന്നത് പ്രധാനമാണ്. എഴുതിക്കഴിഞ്ഞ് പുറത്തിറങ്ങി സുഹൃത്തിനോട് എന്റെ കയ്യിൽ കാശില്ല, വലിയ കടത്തിലാണ് എന്ന് പരാതി പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ ചെയ്ത മാനിഫെസ്റ്റേഷൻ അവിടെ ക്യാൻസൽ ആയി പോകും. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ചിന്തകളുടെ പ്രതിഫലനമാണ്. അതുകൊണ്ട് ഫലം കിട്ടുന്നതുവരെ നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ച് ആരോടും സംസാരിക്കാതിരിക്കുന്നതാണ് ഉചിതം. 3. നിരാശയും ധൃതിയും. ഡെസ്പറേഷൻ ആൻഡ് ഏർജൻസി. എനിക്കിത് നാളെ തന്നെ വേണം, ഇല്ലെങ്കിൽ എന്റെ ജീവിതം തീർന്നു എന്ന നിലവിളിയോടെ മാനിഫെസ്റ്റേഷൻ ചെയ്യരുത്. നിരാശയിൽ നിന്ന് ചെയ്യുന്ന ഒരു കാര്യവും ഫലം തരില്ല. കാരണം നിരാശ എന്നാൽ ഇല്ലായ്മ എന്നർത്ഥമാണ്. പ്രപഞ്ചത്തിന് നിങ്ങൾ നൽകുന്ന മെസ്സേജ് എന്റെ കയ്യിൽ അതില്ല എന്നാണ്. പകരം ഒരു കളി കളിക്കുന്ന ലാഘവത്തോടെ സന്തോഷത്തോടെ ഇത് ചെയ്യുക. ഇത് എനിക്ക് ലഭിക്കാൻ പോകുന്നു എന്ന ആവേശമാണ് വേണ്ടത്. 4. ആഗ്രഹത്തിന്റെ വലിപ്പം തുടക്കക്കാർ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണിത്. മാനിഫെസ്റ്റേഷനിൽ നിങ്ങൾക്ക് വലിയ വിശ്വാസമില്ലെങ്കിൽ ആദ്യമേ എനിക്ക് 100 കോടി വേണം എന്നെഴുതരുത്. കാരണം നിങ്ങളുടെ ബോധ മനസ്സ് അതിനെ തള്ളിക്കളയും. പകരം ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. ഒരു ചെറിയ തുകയോ അല്ലെങ്കിൽ ഒരാളിൽ നിന്നുള്ള ഫോൺ കോളോ മാനിഫെസ്റ്റ് ചെയ്യുക. അത് നടക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. ആ വിശ്വാസം ഉപയോഗിച്ച് പിന്നീട് വലിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം. 5. പ്രവർത്തിക്കാൻ മറക്കരുത്. ആക്ഷൻ ഈസ് റിക്വയർഡ്. പലരും വിചാരിക്കുന്നത് മുറിയിൽ അടച്ചിരുന്ന് എഴുതിയാൽ ആകാശം ഇടിഞ്ഞു വീണ് പണം കിട്ടുമെന്നാണ്. അതല്ല സത്യം. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നു തരാനാണ്. പ്രപഞ്ചം നിങ്ങൾക്ക് ചില അവസരങ്ങൾ തരും, ചില ആളുകളെ പരിചയപ്പെടുത്തി തരും, അല്ലെങ്കിൽ ചില പുതിയ ഐഡിയകൾ തരും. ആ സമയത്ത് നിങ്ങൾ മടിപിടിച്ചിരിക്കാതെ ആ അവസരങ്ങൾ ഉപയോഗിക്കണം. ഇൻസ്പയർഡ് ആക്ഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നിങ്ങൾ ഒരു ചുവട് വെച്ചാൽ പ്രപഞ്ചം 10 ചുവട് നിങ്ങളിലേക്ക് വരും. 6. രഹസ്യമായി വെക്കുക. കീപ് ഇറ്റ് സീക്രട്ട്. നിങ്ങൾ ചെയ്യുന്ന ഈ പ്രക്രിയ എല്ലാവരോടും പറഞ്ഞു നടക്കരുത്. മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജിയോ കളിയാക്കലോ നിങ്ങളുടെ വിശ്വാസത്തെ തളർത്താൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതുവരെ അത് നിങ്ങളും പ്രപഞ്ചവും തമ്മിലുള്ള ഒരു രഹസ്യമായി സൂക്ഷിക്കുക. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകാൻ നമുക്ക് രവിയുടെ കഥ നോക്കാം. ഇതൊരു സാങ്കല്പിക കഥയല്ല, മറിച്ച് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒരു പ്രതിഫലനമാണ്. രവി ഒരു സാധാരണ പ്രൈവറ്റ് കമ്പനി ജീവനക്കാരനായിരുന്നു. കുറെ കാലമായി അവൻ ഒരു പുതിയ കാർ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നു. അവൻ മാനിഫെസ്റ്റേഷനെ കുറിച്ച് കേട്ടു, 5x55 ടെക്നിക്കിനെ കുറിച്ച് പഠിച്ചു. വലിയ ആവേശത്തോടെ അവൻ ഒരു ഡയറി വാങ്ങി എഴുതാൻ തുടങ്ങി. എനിക്ക് പുതിയൊരു ചുവന്ന കാർ ലഭിച്ചതിന് നന്ദി. 5 ദിവസം അവൻ കൃത്യമായി എഴുതി. പക്ഷെ 10ാം ദിവസം കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു. കാർ വന്നില്ലെന്ന് മാത്രമല്ല, അവന്റെ പഴയ ബൈക്ക് പണിമുടക്കുകയും ചെയ്തു. രവി നിരാശനായി. ഇതൊന്നും നടക്കില്ല, ഇതൊക്കെ വെറും തട്ടിപ്പാണ് എന്ന് അവൻ വിധി എഴുതി. എന്തുകൊണ്ടാണ് രവി പരാജയപ്പെട്ടത്? അവൻ ചെയ്ത തെറ്റുകൾ നോക്കാം. രവി എഴുതുന്ന സമയത്ത് മാത്രം പോസിറ്റീവായിരുന്നു. പക്ഷേ ഡയറി മടക്കി കഴിഞ്ഞാൽ അവൻ നേരെ പോയി സുഹൃത്തുക്കളോട് പറയും, എടാ, ഇത്രയും കുറഞ്ഞ ശമ്പളത്തിൽ എനിക്ക് എങ്ങനെ ഒരു കാർ വാങ്ങാൻ പറ്റും? നടക്കാത്ത സ്വപ്നമാണ്. ഇവിടെ അവൻ ചെയ്തത് എന്താണ്? 20 മിനിറ്റ് പോസിറ്റീവ് എനർജി നൽകി. പക്ഷേ ബാക്കി 23 മണിക്കൂറും അവൻ നെഗറ്റീവ് എനർജി പ്രപഞ്ചത്തിലേക്ക് വിട്ടുകൊണ്ടിരുന്നു. അതായത് അവൻ വിത്ത് പാകി, പക്ഷെ ഓരോ മിനിറ്റിലും അത് മുളച്ചോ എന്ന് നോക്കാൻ മണ്ണ് മാന്തി നോക്കിക്കൊണ്ടിരുന്നു. 2ാമത്തെ തെറ്റ്, അവൻ എങ്ങനെ എന്നതിനെക്കുറിച്ച് അമിതമായി ആകുലപ്പെട്ടു. എന്റെ ശമ്പളം കുറവാണ്, ലോൺ കിട്ടില്ല, പിന്നെ എങ്ങനെ കാറ് വരും എന്ന് അവൻ ചിന്തിച്ചു. സുഹൃത്തുക്കളെ, എങ്ങനെ എന്നത് പ്രപഞ്ചത്തിന്റെ ജോലിയാണ്, നിങ്ങളുടെ ജോലിയല്ല. രവി എങ്ങനെ വിജയിച്ചു? കുറച്ചു മാസങ്ങൾക്ക് ശേഷം രവി ഈ തെറ്റുകൾ തിരുത്തി വീണ്ടും ശ്രമിച്ചു. ഇത്തവണ അവൻ കാറിന് പകരം തന്റെ ജോലിയിലെ പ്രൊമോഷനിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അവൻ എഴുതി, എന്റെ കമ്പനിയിൽ എനിക്ക് ഉയർന്ന സ്ഥാനം ലഭിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. പക്ഷെ ഇത്തവണ രവി 3 കാര്യങ്ങൾ മാറ്റി. നിശബ്ദത. അവൻ ഈ ടെക്നിക് ചെയ്യുന്ന കാര്യം ആരോടും പറഞ്ഞില്ല. വികാരം. എഴുതുമ്പോൾ അവൻ ആ ഓഫീസിലെ തന്റെ പുതിയ ക്യാബിനിൽ ഇരിക്കുന്നത് സങ്കല്പിച്ചു. ആ കസേരയുടെ തണുപ്പും തന്റെ ടേബിളിലെ നെയിം ബോർഡും അവൻ മനസ്സിൽ കണ്ടു. അത് നൽകുന്ന ആത്മവിശ്വാസം അവൻ അനുഭവിച്ചു. പ്രവൃത്തി ഇനി വെറുതെ ഇരുന്നില്ല. പുതിയൊരു പ്രോജക്റ്റ് വന്നപ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പകരം ഞാനിത് ഏറ്റെടുക്കാം എന്നവൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അവന്റെ ബോസ് അവനെ വിളിപ്പിച്ചു. അവൻ ചെയ്ത പ്രോജക്റ്റ് വലിയ ലാഭമുണ്ടാക്കിയെന്നും അവനെ ബ്രാഞ്ച് മാനേജരായി പ്രൊമോട്ട് ചെയ്യുകയാണെന്നും അറിയിച്ചു. അവന്റെ ശമ്പളം ഇരട്ടിയായി. മാസങ്ങൾക്കുള്ളിൽ അവൻ ആഗ്രഹിച്ച ആ ചുവന്ന കാർ അവന്റെ വീടിന്റെ മുറ്റത്തെത്തി. ഈ കഥയിൽ നിന്നുള്ള പാഠം: പ്രപഞ്ചം നിങ്ങൾക്ക് ഒരു മാന്ത്രിക ഭൂതത്തെ പോലെ സാധനങ്ങൾ കൊണ്ടുതരികയല്ല ചെയ്യുന്നത്. പകരം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളും ബുദ്ധിയും അവസരങ്ങളും അത് നിങ്ങളുടെ മുന്നിൽ ഒരുക്കിത്തരും. ആ അവസരങ്ങൾ തിരിച്ചറിയണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശാന്തവും പോസിറ്റീവുമായിരിക്കണം. നിങ്ങൾ എഴുതുന്ന വാക്കുകൾ
നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരണമെന്ന് രവിയുടെ കഥ നമുക്ക് കാണിച്ചു തരുന്നു. സംശയമില്ലാതെ, പരാതികളില്ലാതെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എങ്കിൽ വിജയം നിങ്ങളുടെ വാതിലിൽ വന്നു മുട്ടും. സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറെ ചോദ്യങ്ങൾ ഓടുന്നുണ്ടാകും എന്ന് എനിക്കറിയാം. കാരണം ഈ വഴിയിലൂടെ കടന്നുപോയ എല്ലാവർക്കും ഉണ്ടായ സംശയങ്ങളാണവ. നിങ്ങളുടെ മനസ്സ് വായിച്ചുകൊണ്ട് അതിനുള്ള ഉത്തരങ്ങൾ ഞാൻ തന്നെ നൽകാം. ചോദ്യം 1. ഞാൻ 55 തവണ എഴുതാൻ തുടങ്ങുമ്പോൾ ഇടയ്ക്ക് കൈവേദനിക്കുന്നു അല്ലെങ്കിൽ ശ്രദ്ധ മാറുന്നു. അപ്പോൾ എന്തു ചെയ്യും? ഇതാണ് ഏറ്റവും കൂടുതൽ പേർ ചോദിക്കുന്ന ചോദ്യം. കൈവേദനിക്കുന്നു എന്നത് സ്വാഭാവികമാണ്. പക്ഷെ അതൊരു പോസിറ്റീവ് സൈനായി കാണുക. നിങ്ങളുടെ ശരീരം ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ്. ശ്രദ്ധ മാറുന്നു എന്ന് തോന്നുമ്പോൾ ഉടനെ എഴുത്തു നിർത്തി 3 തവണ ദീർഘമായി ശ്വസിക്കുക. ആ വാചകം ഉറക്കെ ഒന്ന് വായിക്കുക. വീണ്ടും തുടരുക. മനസ്സിനെ ട്രെയിൻ ചെയ്യാനുള്ള ഒരു എക്സസൈസായി ഇതിനെ കാണുക. ചോദ്യം 2. രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇത് ചെയ്യണോ അതോ എപ്പോൾ വേണമെങ്കിലും ചെയ്യാമോ? നിങ്ങൾ ചോദിക്കാൻ പോകുന്ന രണ്ടാമത്തെ ചോദ്യം ഇതാകുമെന്ന് എനിക്കുറപ്പാണ്. ഇത് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാത്രി ഉറങ്ങുന്നതിന് തൊട്ടു മുൻപോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെയോ ആണ്. ഇതിനെ ആൽഫ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് ഒരു വാതിൽ പോലെ തുറന്നിരിക്കും. നിങ്ങൾ നൽകുന്ന സന്ദേശങ്ങൾ നേരിട്ടങ്ങോട്ടെത്തും. പക്ഷെ തിരക്കുള്ള സമയത്തോ ജോലിക്കിടയിലോ ഇത് ചെയ്യരുത്. നിങ്ങൾക്ക് പൂർണ്ണമായി ശ്രദ്ധിക്കാൻ കഴിയുന്ന 20 മിനിറ്റ് ഇതിനായി മാറ്റിവെക്കുക. ചോദ്യം 3. ഒരേ സമയം 2 കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ ഒരു കാര്യം മാത്രം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ലെൻസിലൂടെ സൂര്യപ്രകാശം കടത്തിവിടുമ്പോൾ അത് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചാൽ മാത്രമേ തീ കത്തുകയുള്ളൂ. അതുപോലെ നിങ്ങളുടെ ഊർജം ചിതറിപ്പോകാതെ ഒരു ലക്ഷ്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കുക. അത് നടന്നു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകാം. നിങ്ങളുടെ മനസ്സിന്റെ ഫോക്കസ് അത്രത്തോളം ശക്തമായിരിക്കണം. ചോദ്യം 4. എന്റെ ആഗ്രഹം വളരെ വലുതാണ്. 5 ദിവസം കൊണ്ട് ഇതെങ്ങനെ നടക്കും? പലരുടെയും മനസ്സ് പറയുന്ന കാര്യമാണിത്. 5 ദിവസം കൊണ്ട് എന്റെ കടം തീരുമോ? അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് എനിക്ക് വീട് കിട്ടുമോ? സുഹൃത്തുക്കളെ, ഈ 5 ദിവസം കൊണ്ട് ആഗ്രഹം നിങ്ങളുടെ കയ്യിൽ കിട്ടുമെന്നല്ല ഇതിനർത്ഥം. പകരം 5 ദിവസം കൊണ്ട് ആ ആഗ്രഹം നടക്കാനുള്ള വിത്ത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പാകി കഴിഞ്ഞു എന്നാണ്. ആ വിത്ത് മുളച്ച് ഫലം തരാൻ എടുക്കുന്ന സമയം നിങ്ങളുടെ വിശ്വാസത്തെയും പ്രപഞ്ചത്തിന്റെ ടൈമിങ്ങിനെയും ആശ്രയിച്ചിരിക്കും. പക്ഷെ ആ പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞു എന്നത് ഉറപ്പാണ്. ചോദ്യം 5. ഞാൻ എഴുതിയ ഡയറി അല്ലെങ്കിൽ പേപ്പർ പിന്നീട് എന്ത് ചെയ്യണം? ഇതൊരു വലിയ സംശയമാണ്. 5 ദിവസം പൂർത്തിയാക്കിയാൽ ആ ഡയറി നിങ്ങൾ സുരക്ഷിതമായ ഒരിടത്ത് സൂക്ഷിച്ചു വെക്കുക. ഇടയ്ക്കിടെ അത് എടുത്തു നോക്കി ഇതെപ്പോ നടക്കും എന്ന് ആകുലപ്പെടരുത്. അത് അവിടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹം സഫലമായി കഴിഞ്ഞാൽ ആ പേജുകൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അത് വിവരിക്കാൻ കഴിയില്ല. അന്ന് ആ പേപ്പറിനോട് നന്ദി പറഞ്ഞ് നിങ്ങൾക്കത് കത്തിച്ചു കളയുകയോ ഒഴുകുന്ന വെള്ളത്തിൽ നിക്ഷേപിക്കുകയോ ചെയ്യാം. സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതം മാറാൻ തയ്യാറായി കഴിഞ്ഞു എന്നാണ്. പ്രപഞ്ചം നിങ്ങളെ ഈ അറിവിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി ഈ വീഡിയോ കണ്ട് ഫോൺ മാറ്റിവെക്കുമ്പോൾ ഒരു കാര്യം മാത്രം മനസ്സിലോർക്കുക. നിങ്ങൾ ഇന്നിവിടെ കേട്ടത് വെറുമൊരു അറിവല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ഒരു താക്കോലാണ്. ഇത് പ്രാവർത്തികമാക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഇന്ന് രാത്രി മുതൽ തന്നെ ആ മാറ്റത്തിന് തുടക്കം കുറിക്കൂ. നമ്മുടെ ഈ ജീവിതം വളരെ ചെറുതാണ്. പരാതിപ്പെട്ടും സങ്കടപ്പെട്ടും തീർക്കാനുള്ളതല്ല ഇത്. ആഗ്രഹിക്കുന്ന ഓരോ കാര്യവും അന്തസ്സോടെ നേടിയെടുക്കാനുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ ആ ശക്തിയുണ്ട്. ആ ശക്തിയെ പുറത്തെടുക്കാൻ മാസ്റ്റർ മൈൻഡ് മലയാളം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ പ്രതീക്ഷ നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലെ ഓരോ പോയിന്റും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ അത് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്താനും ജീവിതത്തിൽ വിജയം കൈവരിക്കാനുമുള്ള ഇതുപോലെയുള്ള നിരവധി രഹസ്യങ്ങൾ വരും ദിവസങ്ങളിലും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. അതുകൊണ്ട് ഇനിയും നമ്മുടെ ഈ കൊച്ചു കുടുംബത്തിൽ അംഗമാകാത്തവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. കൂടെയുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഈ അറിവ് നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മൾ മറ്റൊരാൾക്ക് നൽകുന്ന പോസിറ്റീവ് എനർജി ഇരട്ടിയായി നമ്മളിലേക്ക് തന്നെ തിരിച്ചുവരും എന്നതാണ് പ്രപഞ്ചത്തിന്റെ നിയമം. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു അഫർമേഷൻ താഴെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. അത് നിങ്ങളുടെ ഈ യാത്രയുടെ ആദ്യത്തെ ചുവടുവെപ്പായിരിക്കും. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നന്ദി പ്രപഞ്ചമേ. ഇതിപ്പോൾ തന്നെ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ആഗ്രഹം സഫലമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുതിയൊരു അറിവുമായി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ പോസിറ്റീവായിരിക്കുക, സന്തോഷമായിരിക്കുക. നന്ദി, നമസ്കാരം.